നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഫെബ്രുവരി 17 നേരിട്ട് ഹാജരാകണമെന്നാണ് ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ ഉത്തരവ്. അന്വേഷണവുമായി സഹകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കെജ്രിവാൾ വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 തവണ ഇഡി നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിന് പിന്നാലെയാണ് കോടതിയുടെ ഉത്തരവ് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇഡി നൽകിയ റിപ്പോർട്ടിലാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡൽഹി സർക്കാരിന്റെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച വിവരങ്ങൾ തേടുന്നതിനാണ് ഇഡി മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഡൽഹി ജലബോർഡിലെ ടെൻഡർ നടപടികൾ ക്രമക്കേട് ആരോപിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസുകളിലും വീടുകളിലും ഇഡി പരിശോധന നടത്തി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ, ജലബോർഡ് മുൻ അംഗം ശലഭ് കുമാർ, AAPയുടെ രാജ്യസഭാംഗം ND ഗുപ്ത, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പങ്കജ് മംഗൾ എന്നിവരുടെയും AAPയുമായി ബന്ധമുള്ള മറ്റു ചിലരുടെയും ഉടമസ്ഥതയിലുള്ള 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. ടെൻഡറുകളിൽ ക്രമക്കേട് നടത്തി ലഭിച്ച തുക AAPയുടെ ഫണ്ടിലേക്ക് വകമാറ്റിയെന്നാണ് കേസ്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 5 തവണയും ഒളിച്ചു കളിക്കുകയായിരുന്നു. ഏതെങ്കിലും പാർട്ടി പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഡി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അവിടേക്ക് പോകാതിരിക്കുകയായിരുന്നു. ഏതായാലും മനീഷ് സിസോദിയ അടക്കമുള്ളവർ അറസ്റ്റിലായ സ്ഥിതിക്ക് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് നമുക്കേവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഈ നടന്ന് ഇങ്ങനെ ഓടിക്കളിച്ചതും. പക്ഷേ അവിടെ കൊണ്ടും വിടുന്നില്ല ഇഡി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ സമരം ചെയ്ത് സന്ധിയില്ലാതെ സമരം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയതാണ് ഈ AAP. ഏതായാലും അഴിമതി കൊണ്ട് തന്നെ ആ പാർട്ടി ഇല്ലാതാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ കൂടി അറസ്റ്റിലായാൽ പാർട്ടിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യവുമാണ്.